പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹപൂർവ്വം കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ദിവസവും പത്രം വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ്. മയക്കുമരുന്ന് അടിച്ച് ബോധമില്ലാതെ കൊല്ലുക തന്നെ. ആത്മഹത്യ ചെയ്യാൻ, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ആത്മഹത്യ ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ കിടന്ന 17 വയസ്സുകാരനെ 45 വയസ്സുകാരൻ സുരേഷ് രക്ഷിച്ച ഉടനെ സുരേഷിനെ കൊന്നു. അവൻ ഉമ്മയടക്കം, കാമുകിയടക്കം കുടുംബത്തിലെ സർവരെയും കൊന്ന അഫാൻ ഒരു 10-15 പിള്ളേരും കൂടെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു യുവാവിനെ, വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികൾ മൃഗീയമായിട്ട് അടിച്ചു കൊന്നു. അമ്മയെ മകൻ കൊന്നു, മയക്കുമരുന്നിന് പൈസ ചോദിച്ചു കൊടുക്കാതായപ്പോൾ. എന്തപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മനുഷ്യന് കമ്പാഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വേദനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, മറ്റുള്ളവരുടെ വേദന നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യനായി എന്നാണ്. മനുഷ്യനാവുക എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ മനുഷ്യനാവുന്നില്ല കേട്ടോ ആരും. നമ്മൾ ജനിക്കുമ്പോൾ ഒരു മൃഗമാണ്, ഒരു അനിമൽ. മനുഷ്യനാവുന്നത് ജനനം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ആ മുന്നോട്ടുള്ള കാലത്തിലെ നമ്മുടെ ഒരു എവല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സൈക്കോളജിക്കൽ എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ മനുഷ്യനായിട്ട് മാറണം. പൂർണ്ണമായിട്ട് മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും വളരെ ഉത്കൃഷ്ടമായൊരു സ്റ്റേജിലെത്തിപ്പെടുമ്പോഴാണ്. കമ്പാഷനേറ്റ് ആവുക എന്നതാണ് മനുഷ്യനാവുക എന്നതിൻ്റെ മിനിമം. അല്ലാതെ ഇൻ്റലക്ച്വലായിട്ടുള്ള കുറേ എക്സർസൈസുകളോ അല്ലെങ്കിൽ കഴിവുകളോ പ്രകടിപ്പിക്കലോ ഒന്നുമല്ല കല. മനുഷ്യനാവുന്നതിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ ആ ഉയർന്ന സ്റ്റെപ്പുകൾ കയറുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കലാപരമായ നമ്മുടെ ടാലൻറ്റുകൾ. കമ്പാഷനേറ്റ് ആവുക എന്നതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നത് കമ്പാഷനാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ സംഗതിയെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. കൊല്ലുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ആ കൊല്ലാൻ അവരെ പ്രേരിപ്പിക്കുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. കേരളത്തിൽ മയക്കുമരുന്നിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് തിരിച്ചുവിടരുത്. സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നത് മദ്യത്തിൻ്റെ ഉപയോഗമാണ്. അപ്പം മദ്യം ഒരു മാന്യനും മയക്കുമരുന്നൊരു ഭീകരനുമാണ് എന്ന രീതിയിലൊരു പ്രചരണം നടക്കുന്നുണ്ട്. നോ, രണ്ടും തുല്യ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഈ മൊത്തം ഒരു സമൂഹത്തെ ക്രിമിനൽ വൽക്കരിക്കുന്നതിൽ. രണ്ടും മനുഷ്യനെ അബോധാവസ്ഥയിലാക്കുന്നു, ഭ്രാന്താക്കുന്നു, ഉന്മാദത്തിലാക്കുന്നു, സ്ഥലകാല ബോധം നഷ്ടപ്പെടുത്തുന്നു. സ്ഥലകാല ബോധം മാത്രമല്ല, അമ്മ ആര്, പെങ്ങളാര്,
എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മുന്നിലുള്ളത് തനിക്ക് കൊല്ലാനുള്ള ഒരു ജീവിയാണ് എന്ന ലെവലിലേക്ക് നമ്മുടെ മൈൻഡിനെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെയേറെ നമ്മൾ ജാഗരൂകരാവേണ്ടതിരിക്കുന്നു. അല്ലെങ്കിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പിടിവിട്ട് പോകും. ഏകദേശം പിടിവിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. കുടുംബം ആയിരിക്കണം ഇതിൻ്റെ ഒന്നാമത്തെ എന്താ പറയുക ഉത്തരവാദി. കുടുംബം ആവണം ശരിക്കും. കുറച്ച് ആൾക്കൂട്ടങ്ങൾ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ. ഇമ്പമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, വാത്സല്യവും കരുതലും സ്നേഹവും പരിലാളനയുമൊക്കെ നിറഞ്ഞൊഴുകുന്ന ഗാർഹിക അന്തരീക്ഷങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കണം. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോരുത്തരും ഓരോ തുരുത്തിലാണിപ്പോൾ. ഓരോരുത്തരും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ആരും ആരെയും അറിയുന്നില്ല, ആരും ആരുടെയും പ്രശ്നങ്ങൾ അറിയുന്നില്ല, ആരും ആരുടെ മുന്നിലും മനസ്സ് തുറക്കുന്നില്ല. വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ മക്കളെ തിരക്ക് പിടിച്ച് സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് അവരെ കൂടെ ഇരുത്തി അവരൊന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ, അവർക്കെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ദിവസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വീട്ടിലുള്ളവരെ പരസ്പരം ഒന്ന് ഹഗ് ചെയ്ത്, ഒന്ന് തലോടി, ഒന്ന് പുറത്തൊക്കെ തട്ടി, അല്പം തമാശകളും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച്, പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ടീനേജിലേക്കുള്ള ഈ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കാതെ അത് എന്താ പറയുക, അനുകമ്പയോട് കൂടിയിട്ട് വാത്സല്യത്തോടു കൂടി കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് തന്നെയാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. നമുക്കൊരിക്കലും അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. സമൂഹമൊക്കെ പിന്നെ വരുന്നത്. പിന്നെ അധ്യാപകന്മാർ നിസ്സഹായരാണ് ഇപ്പോൾ. കാരണം അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് നമ്മുടെ നിയമങ്ങൾ. പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം വലിയൊരു റോള്, വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകന്മാരുടെ റോളെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് ശേഷമൊക്കെയാണ് നിയമവും പോലീസും ഗവൺമെൻറ്റും ഭരണാധികാരികളുമൊക്കെ. ഏതായാലും ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെൻറ്റിന് അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട്. ക്രൈം വളരെയേറെ വർദ്ധിക്കുകയാണ്. ആൽക്കഹോൾ ബേസ്ഡ്, ഡ്രഗ്സ് ബേസ്ഡ് ക്രൈം വളരെയേറെ വർദ്ധിക്കുകയാണ്. ദിവസവും കൊലപാതകങ്ങൾ നടക്കുകയാണ് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം. 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളൊക്കെ അഡിക്റ്റ് ആവുകയാണ്. ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുകയാണ് മാഫിയ. ശക്തമായ നിയമ നടപടികൾ. നമ്മൾ വോട്ട് ചെയ്തിട്ട് അയക്കുന്ന ഇവന്മാരൊക്കെ ഈ പരസ്പരം തെരുവിൽ തമ്മിൽ തല്ലുക എന്നല്ലാതെ മനുഷ്യരുടെ പ്രശ്നം ഇപ്പോഴും നിങ്ങൾ പത്രത്തിലൊക്കെ ഈ രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് ഇപ്പോഴും മിണ്ടിയിട്ടില്ല കേട്ടോ. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം, തമാശ. ചാനലുകൾ ചർച്ച ചെയ്യുന്നു, പത്രങ്ങൾ അതിനെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, സജീവ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങൾ അതിനെ കൊണ്ടുവരുന്നു. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അവരിതൊന്നും കണ്ട ഭാവത്തിലല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇതിനെതിരിൽ? നിങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തെ അവരുടെ പൊതുപ്രവർത്തന റെക്കോർഡൊന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഈ കേരളത്തിൽ തുടരെ നടക്കുന്ന ഈ സംഭവങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ? ക്രിയാത്മകമായി പ്രതികരിച്ച ഒരു രാഷ്ട്രീയ നേതാവ്? വളരെ വളരെ എന്താ പറയുക,
ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണത്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ സിന്ദാബാദ് വിളിച്ച് ജയ് വിളിച്ച് നേതാവേ നേതാവേ എന്ന് പറഞ്ഞ് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കുമൊക്കെ അയച്ച ഇവന്മാർ എന്ത് ചെയ്തു? വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഒന്നാമത്തെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ സ്നേഹത്തോട്